പാലക്കാട് ജില്ലയുടെ ബോർഡറിൽ ബായന്നൂർ പറഞ്ഞ ചെറിയ സ്ഥലത്ത് ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. BSc Physics ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെച്ചാൽ ഞാനൊരു IT ഫീൽഡിലേക്കാണ് പോകുന്നത്. കോഴ്സ് കഴിയുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്ലേസ്മെൻറ്റിൽ അവർക്ക് തിരുവനന്തപുരത്ത് തന്നെ ജോലി ഈ കോഴ്സിന്. ഹായ് ഗൈസ്, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ലൂമിനാറിൽ നിന്നും ടോട്ട് ലൈൻ എന്ന കമ്പനിയിലേക്ക് പ്ലേസ്ഡ് ആയ അഞ്ജുവിൻ്റെ ഫാദറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഹായ് സർ. സാറിൻ്റെ മോള് ലൂമിനാറിൽ നിന്നല്ല പ്ലേസ്ഡ് ആയത്, മേൺസ്റ്റാക്ക് എന്ന കോഴ്സാണല്ലോ പഠിച്ചത്. ഇപ്പം എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു മോൾ? എന്തായിരുന്നു ഒന്ന് ഷെയർ ചെയ്യണം എക്സ്പീരിയൻസ് ഒക്കെ? അവൾ മൗൺസിനിൽ BSc Physics ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യണം, BEd ചെയ്യണം, ഫിസിക്സ് ടീച്ചറാവണം എന്നുള്ളൊരു ട്രെൻഡിലാണ് പോയിട്ടുണ്ടായത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞു, നല്ല മാർക്കോടെ പാസ്സായതും. അത് കഴിഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ മറ്റുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രേരണ ഉണ്ടാവാൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വെച്ചാൽ ഞാനൊരു IT ഫീൽഡിലേക്കാണ് പോകുന്നത്. ജോലി സാധ്യത കൂടുതലുള്ളൊരു ഫീൽഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ ജാവൽ സാറിൻ്റെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കാനും ചെയ്തു. കോഴ്സ് കഴിയുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്ലേസ്മെൻറ്റിൽ അവൾക്ക് തിരുവനന്തപുരത്ത് തന്നെ ജോലി ഈ കോഴ്സിന്, അതായത് ഈ സ്ഥാപനത്തിന് ഞാൻ വലിയൊരു അംഗീകാരം കൊടുത്താണ്. ഇപ്പോഴത്തെ ട്രെയിനേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? മനോഹരമായിരുന്നു. അവർ വീട്ടിൽ വരുമ്പോഴും വിളിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ചോദിച്ചാലും, ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ ലീവ് എടുത്ത് അല്ലെങ്കിൽ ട്രെയിനിൻ്റെ വാഹനത്തിൽ സൗകര്യം കൊണ്ട് വരാൻ പറ്റാതെ വീട്ടിലിരിക്കുകയാണെങ്കിലും അവരപ്പോൾ എപ്പോഴും ലൈവിലായിട്ട് ഓൺലൈനായിട്ട് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി? ഇപ്പോൾ എങ്ങനെയാണ്? നന്നായിട്ട് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ്. ഓക്കെ, ടോട്ട് ലൈൻ എന്ന കമ്പനിയാണല്ലേ? കമ്പനിയാണ്. 24 ജോയിനിങ് ആയിരുന്നു. ഈ എറണാകുളം പോലുള്ള ഈ വലിയൊരു സ്ഥലത്തേക്ക് കുട്ടീനെ ഇങ്ങോട്ടേക്ക് വിടാൻ വേണ്ടിയിട്ടൊക്കെ എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു? പാലക്കാട് ജില്ലയുടെ ബോർഡറിൽ ബായന്നൂർ പറഞ്ഞ ചെറിയ സ്ഥലത്ത് ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. എന്നാലും നമുക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടാണ്. പെൺകുട്ടികളെല്ലാം സ്വയം പര്യാപ്തമാവണം, ആരെയും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരും ആശ്രയിക്കാതെ സ്വയം ജീവിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കൾ എന്താവശ്യപ്പെട്ടാലും അവരുടെ ചോയ്സിന് വിട്ടുകൊടുക്കുകയും ചെയ്യാറ്. ഇപ്പോൾ പിന്നെ എനിക്ക് ചില അറിവ് കുറവുകളുണ്ടെങ്കിൽ ഞാനത് ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ സാധ്യത ഒന്നുകൂടി പരിശോധിച്ച ശേഷം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കും. ചിലപ്പോൾ സാറിൻ്റെ മുകളിൽ ലൂമിനാറിൽ തന്നെ പഠിച്ച് ഒരു കമ്പനിയിലേക്ക് പ്ലേസ്ഡ് ആയേക്കാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന, അതായത് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുറേ കുട്ടികൾ ലൂമിനാറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഒരു സന്ദേശം, അതായത് ഒരു മോട്ടിവേഷൻ പോലെ എന്താ സാറിന് പറയാനുള്ളത് കുട്ടികളോട്, ഇനി വരാൻ പോകുന്ന കുട്ടികളോട്? അല്ല, ഇനി വരുന്ന കുട്ടികളോടും വരാതെ ഏറ്റവും നല്ല സാധ്യതകൾ ഏതാ തിരഞ്ഞെടുക്കുക, അതുതന്നെയാണ് ഏറ്റവും സേഫായിട്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കേരളത്തിനുമായിട്ടുള്ള സംസ്ഥാനത്ത് വലിയ തൊഴിൽ പ്രതിസന്ധികളുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതേമാതിരി ലുമിനാർ പോലുള്ള സ്ഥാപനങ്ങൾ പെട്ടെന്ന് 3 മാസം കൊണ്ട് തന്നെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതോടുകൂടി ഒരു പ്ലേസ്മെൻറ്റ് കിട്ടുക പറയുന്നത് വലിയ സാധ്യതയാണ്. അപ്പോൾ അവിടുത്തെ തലമുറകളോട് നമുക്ക് അത് തന്നെയാണ് സജസ്റ്റ് ചെയ്യാനുള്ളത്. എല്ലാ പിള്ളേർക്കും നമ്മളവിടെ പോകും, നാട്ടിലൊക്കെ എല്ലായിടത്തും പറയാറുണ്ട്, ഇങ്ങനെ ഒരു സാധ്യതയിട്ട് പറ്റാവുന്നതൊക്കെ ട്രൈ ചെയ്തുകൊണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് കുട്ടികൾ പോകുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും തന്നെയാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സർ.